ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനാമികയൊക്കെ രക്ഷപ്പെട്ടു വരും. അതിനുശേഷമാണ് നയന സത്യം മനസ്സിലാക്കുന്നത്. തൻ്റെ ചെറിയമ്മ തന്നെയാണ് നമ്മുടെ ആ നന്ദുവിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അതിനുശേഷം ചെറിയമ്മയടുത്ത് ചെറിയൊരു നീരസം നയനക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരിക്കലും നയന അതുപോലെ തന്നെ നന്ദുവൊന്നും ആ കൂട്ടത്തിലല്ലെന്ന് ചെറിയമ്മക്ക് അറിയാം. എന്നിട്ട് ചെറിയമ്മയായിട്ടുള്ള ജാനകി എന്തിനാണ് നന്ദുവിന് ഇത്രമാത്രം തെറ്റിദ്ധരിച്ചത്? അനാമിക പറഞ്ഞ കേട്ടിട്ട് ഇത്രയും തെറ്റിദ്ധരിച്ച് തൻ്റെ അനിയത്തിനെ ഇവിടുന്ന് പറഞ്ഞയച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നയനക്ക് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ ആദർശ സത്യങ്ങൾ അറിയണത്. ഈ അനാമിക എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുന്നത്, പണത്തിന് വേണ്ടി നടന്നിട്ടാണ് അനീനെ കണ്ടുപറ്റിയതും. അല്ലാതെ അവർക്ക് കവിതയെടുത്തും കഥകൾത്തും ഒരു താല്പര്യമില്ല. അനീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അനീന്റെ ഇത്ര സ്വത്തുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അനിയത്ത് സ്നേഹം കാണിച്ചെന്നുള്ള സത്യങ്ങളൊക്കെ ആദർശിന് മനസ്സിലാവണം. അത് മാത്രമല്ല, അനാമിക നേരത്തെ ഓൾറെഡി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞൊരു വ്യക്തിയാണെന്നൊക്കെ ആദർശ് മനസ്സിലാക്കും. അതിനുശേഷമായിരിക്കും നയനയുടെ തീർച്ചയായിട്ടും നമ്മുടെ അനാമികയുടെ മുഖം അടിച്ചിനെ പൊട്ടിക്കോട്ടെ നയന. വേറെ ഒന്നുമല്ല, അനി അത്ര പാവമാണ്. അനിയും നന്ദും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യം അനാമികക്ക് അറിയാം. എന്നിട്ടും ആ സ്നേഹം കാണാത്ത പോലെ നടിച്ചിട്ട് സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം അനീനെ കയ്യിൽ ഇങ്ങനെ അനീനെയും കയ്യിലെടുക്കാൻ വേണ്ടി നോക്കിയതിന് എന്തായാലും നയന നമ്മുടെ അനാമികയുടെ മുഖം അടിച്ചിനെ പൊട്ടിക്കുന്ന ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കോട്ടോ. അത് മാത്രമല്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അനാമികയുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല കേട്ടോ. അനാമിക എന്നിട്ടും അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, എൻ്റെ അച്ഛന് ഒരുപാട് പണമുണ്ട്, സ്വത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആഷ്കോശൊക്കെ കാണിച്ചിങ്ങനെ നടക്കും. അപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല. അതായത് വീട്ടിലെത്തിയിട്ട് നയനേനെ നവ്യേനെ അടിമകളെ പോലെ ആക്കണം, താനായിരിക്കും മഹാറാണി, അവിടുത്തെ സ്വത്തുക്കളെല്ലാം ഇനി തൻ്റെ പരിധിയിലായിരിക്കും എന്നൊക്കെ തന്നെയാണ് കേട്ടോ അനാമിക മനസ്സിൽ വിചാരിക്കണം. പക്ഷെ അനാമികയുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. നമ്മുടെ നന്ദു അനിയുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ആയതുകൊണ്ട് തന്നെ അവർ തന്നെ ഒന്നിക്കുക തന്നെ ചെയ്യും. എന്തായാലും അനാമികയുടെ കള്ളത്തരം നയനെ കണ്ടുപിടിക്കും. ആദർശ് നയനെ കണ്ടുപിടിച്ചിട്ട് അനാമികനെ ചവിട്ടി പുറത്താക്കുന്ന ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തെലുങ്കിൽ അതേപോലെ തന്നെയാണ് ഇതിൽ എടുക്കുന്നത്, തമിഴിലും തെലുങ്കിലെ പോലെ തന്നെയാണ് ഇതിൽ എടുക്കണമെന്നുണ്ടെങ്കിലും എന്തായാലും അനാമികയുടെ മുഖം അടിച്ചു പൊട്ടിക്കണം. അത് തന്നെയാണ് വേണ്ടത്. കാത്തിരുന്നതിനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.